എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ആർട്ടിക്കിൾ, ടൈം ഓണേർഡ് കണക്ട് ദാറ്റ് വിൽ ഹെൽപ്പ് ബ്രിഡ്ജ് ദി ഗൾഫ്. അപ്പൊ ഈ ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യ ഒമാൻ റിലേഷൻസ് കാണിക്കുന്ന ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ആണ്. അപ്പൊ ഒമാൻ ആണ് പ്രധാനമായിട്ട് ഇതിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യം അതിന്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ അറേബ്യൻ സീന്റെ ലെഫ്റ്റിലായിട്ടുള്ള അറേബ്യൻ പെനിൻസുലയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഒമാൻ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ട്രാറ്റജിക് ചോക്ക് പോയിന്റ് ആണ്. കാരണം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പേർഷ്യൻ ഗൾഫും ഇവിടെ ഗൾഫ് ഓഫ് ഒമാനും കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് റൂട്ട് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇതാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ്. അപ്പൊ ഇത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇമേജ് നോക്കുമ്പോൾ ഇവിടെ UAE കാണാം. UAEയുടെയും ഇറാന്റെയും ഇടയിലാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് എന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ ഈ ഒരു ടിപ്പിലായിട്ട് കാണാൻ സാധിക്കുന്നത് ഒമാന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടെറിട്ടറിയാണ്. അപ്പൊ അതുകൊണ്ട് ഇറാനിന്റെയും ഒമാനിന്റെയും ഇടയിലാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആണ്. ഇവിടെ വരുന്നത് ഗൾഫ് ഓഫ് ഒമാൻ. നെയ്ബറിംഗ് കൺട്രീസ് നോക്കുകയാണെങ്കിൽ ഇവിടെ UAE വരുന്നുണ്ട്, ദെൻ സൗദി അറേബ്യ, ലെഫ്റ്റിലായിട്ട് നമുക്കിവിടെ യമനും കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഒമാന്റെ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആർട്ടിക്കിളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സുൽത്താൻ ഓഫ് ഒമാൻ. സുൽത്താൻ ഓഫ് ഒമാൻ ഇവിടെ ഇന്ത്യയിൽ ഡിസംബറിൽ വിസിറ്റ് ചെയ്യാണ്, ആദ്യമായിട്ടാണ് വരുന്നത്. ഇന്ത്യയിലെ സൈഡിൽ നിന്നും PM 2018 ഒമാൻ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ഒമാന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ അറേബ്യൻ ഗൾഫ് റീജിയനിലുള്ള ഇന്ത്യയുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള നെയ്ബർ ആണ് ഒമാൻ എന്ന് പറയുന്നത്. ഒമാന്റെ ലൊക്കേഷൻ വളരെയധികം സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഗൾഫ് ഓഫ് ഒമാൻ പേർഷ്യൻ ഗൾഫ് ഒക്കെ ഈ ഒരു റീജിയനിലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ ആണെങ്കിലും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസോ ചൈന ആയിക്കോട്ടെ, അവിടെ നിന്നെല്ലാം ഉള്ള ട്രേഡ് പ്രധാനമായിട്ടും കടന്നു പോകുന്ന ഒരു റൂട്ടാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ along with Saudi Arabia and UAE, Oman completes the trio of key strategic partners. So ഇന്ത്യയുടെ 3 സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് ആണ് സൗദി അറേബ്യൻ, UAE അതുപോലെ തന്നെ ഒമാനും. പിന്നെ നമ്മൾ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കമ്പനീസിനെയും പ്രൊഫഷണൽസിനെയും ഒക്കെ വളരെയധികം ഇൻവൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്ലൈസ് ഒക്കെ നൽകുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒമാൻ റിലേഷൻസ് എന്ന് പറയുന്നത് വളരെയധികം ഒരു ബെറ്റർ സൈഡിലാണ് നിൽക്കുന്നത് കാണുന്നത്. അതുപോലെ തന്നെ ഒരു വളരെയധികം കോൺഫ്ലിക്ട് പ്രോൺ റീജിയൻ ആണിത്. കാരണം ഒമാന്റെ തന്നെ നെയ്ബർ ആയിട്ടുള്ള യമൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹൂത്തി റിബൽസിന്റെ പ്രോബ്ലംസ് നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിലൊരു കോൺഫ്ലിക്ട് പ്രോൺ റീജിയൻ ആണിത്. പക്ഷെ ഒമാൻ എന്ന് പറയുന്നത് വളരെയധികം പീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ആയിട്ട് ഒരു പ്ലേസ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ ഒമാന്റെ ഫോറിൻ പോളിസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡെലിബറേറ്റ്ലി ദി ചൂസ് ന്യൂട്രാലിറ്റി ഡീലിംഗ് വിത്ത് ദി റീജിയണൽ ഇഷ്യൂസ് ആൻഡ് കോൺഫ്ലിക്ട്സ്. ഇനിയിപ്പോ നമ്മൾ 2019 പേർഷ്യൻ ഗൾഫ് ക്രൈസിസ് നോക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഒമാൻ അവിടെ ഒരു ന്യൂട്രൽ സ്റ്റേറ്റസ് എടുത്തിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇന്ത്യ ഒമാൻ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2008 അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മൻമോഹൻ സിംഗിന്റെ വിസിറ്റോട് കൂടെയായിരുന്നു. അപ്പം ആൻഡ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദി 2 pillars ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് ഷെയർഡ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സസ് ജോയിന്റ് എക്സസൈസസ്, അതായത് ആർമിയും നേവിയും എയർവിങ്ങും ഒക്കെ ജോയിന്റ് എക്സസൈസ് ഹോൾഡ് ചെയ്യുന്ന ആദ്യത്തെ ഗൾഫ് കൺട്രിയാണ് ഒമാൻ എന്ന് പറയുന്നത്. സിൻസ് 2012 to 13 ഇന്ത്യൻ നേവൽ ഷിപ്പ് ഹാസ് റിമെയിൻഡ് ഓൺ ഡ്യൂട്ടി ഇൻ ദ ഗൾഫ് ഓഫ് ഒമാൻ ഫോർ ആന്റി പൈറസി ഓപ്പറേഷൻ. സോ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെയധികം പൈറസി പ്രോബ്ലംസ് ഉള്ള ഒരു റീജിയൻ ആണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഗൾഫ് ഓഫ് ഒമാനിൽ ഇന്ത്യയുടെ നേവൽ ഷിപ്പ് റിമെയിൻ ചെയ്തിട്ടുണ്ട്. ഒമാൻ നമുക്ക് ഒരു ഓവർഫ്ലൈറ്റ് അല്ലെങ്കിൽ ട്രാൻസിറ്റിനുള്ള പെർമിഷൻ തന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷൻ സങ്കല്പിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. പേർഷ്യൻ ഗൾഫ് ക്രൈസിസിന്റെ സമയത്താണ് 2019 ഇന്ത്യൻ നേവി ഓപ്പറേഷൻ സങ്കല്പ് ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യൻ ഫ്ലാഗ്ഡ് ഷിപ്സിന്റെ സേഫ് പാസേജ് എൻഷുർ ചെയ്തുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സങ്കല്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒമാനിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർട്ടാണ് ദുഃഖം പോർട്ട് എന്ന് പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യയും ഒമാനും തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സെക്യൂരിറ്റി കോപ്പറേഷൻ ബേസിക് ഫെസിലിറ്റീസ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് MOU ആണ് അന്നവിടെ സൈൻ ചെയ്തിട്ടുള്ളത്. ദെൻ ഇന്ത്യ വാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് മാർക്കറ്റ് ഫോർ ഒമാൻസ് ക്രൂഡ് ഓയിൽ എക്സ്പോർട്സ് ഫോർ ദ ഇയർ 2022 ആഫ്റ്റർ ചൈന. പിന്നെ അതുപോലെ തന്നെ റൂപേ ഡെബിറ്റ് കാർഡ്, ഇന്ത്യയും ഒമാനും കൂടെ ചേർന്നിട്ട് ഒമാനിൽ റൂപേ ഡെബിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യക്ക് അക്രോസ് ദ വേൾഡ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ റൂപേ ഡെബിറ്റ് കാർഡ് അവിടെ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്ത്യയും ഒമാനും നിലവിലെ സ്പേസ് കോപ്പറേഷൻ ഇൻക്രീസ്
ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ടും ഒരു മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ റെയർ എർത്ത് മെറ്റൽസിന്റെ എക്സ്പ്ലോറേഷൻ, ജോയിന്റ് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടുള്ള ഒരു അഗ്രിമെന്റും അതിന്റെ ഒരു പോസിബിലിറ്റിയും നമുക്ക് മുന്നിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു രീതിയിൽ പാർട്ട്ണർഷിപ്പ് മോഡേൺ ഇലക്ട്രോണിക് എക്വിപ്മെന്റിന് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ്. ദെൻ അതുപോലെ തന്നെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കണക്ടിവിറ്റി കോറിഡോർ അഥവാ IMEEC ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഇന്ത്യനെയും യൂറോപ്പിനെയും വെസ്റ്റ് ഏഷ്യ വഴി കണക്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. അതിലും ഒമാൻ ഒരു ഇമ്പോർട്ടന്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ IMECC കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് യൂറോപ്പ് വരെ കണക്ട് ചെയ്യുന്ന ഒരു 2 ബ്രാഞ്ചസ് ഉള്ള, അതായത് ഈസ്റ്റേൺ കോറിഡോറും അതുപോലെ തന്നെ നോർത്തേൺ കോറിഡോറും അടങ്ങിയ ഒരു കോറിഡോർ ആണ് ഈ IMECC എന്ന് പറയുന്നത്. അപ്പൊ ഇത് റോഡ് വേസും റെയിൽവേസും പൈപ്പ് ലൈൻസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ട്രേഡിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് UAE-യിലേക്കാണ് ഇവിടെ കണക്ഷൻ. ഇവിടെ ഒമാന്റെ റീജിയനും കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒമാൻ ഇതിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദർ ഇസ് എ പ്രപ്പോസൽ ഫ്രം ദി സൗത്ത് ഏഷ്യ ഗ്യാസ് എന്റർപ്രൈസ് SAGE SAGE. അപ്പൊ അതൊരു പ്രൈവറ്റ് കൺസോർഷ്യം ആണ് ഇന്ത്യയിൽ ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവര് ഒരു 1400 കിലോമീറ്ററോളം നീളം വരുന്ന ഒരു ലോങ് ഡീപ് സീ പൈപ്പ് ലൈൻ ഒമാൻ മുതൽ ഇന്ത്യ വരെ ലേ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? ഗ്യാസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുകൂടാതെ തന്നെ ഇന്ത്യയുടെ വെസ്റ്റ് ഏഷ്യയിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ് ഒമാൻ എന്ന് പറയുന്നത്. കാരണം ഇന്ത്യ വെസ്റ്റ് ഏഷ്യയുമായിട്ട് വളരെയധികം എൻഗേജ്മെന്റ് കൊളാബറേഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് നമ്മളിപ്പോ നമ്മളുടെ ഒരു ഇന്ത്യൻ ഡയസ്പോറയുടെ ടേംസിലാണെങ്കിലും മാത്രമല്ല ഇന്ത്യയിലേക്ക് റെമിറ്റൻസ് വരുന്നതിന്റെ കാര്യത്തിലാണെങ്കിലും വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ആൻഡ് സെക്യൂരിറ്റി ചാലഞ്ചസും നമുക്ക് അതിന്റെ റിപ്പിൾ ഇഫക്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഈ വെസ്റ്റ് ഏഷ്യൻ റീജിയൻസിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇൻസ്റ്റെബിലിറ്റീസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്ട് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിലും കാണാം. കാരണം എത്രയും ഇന്ത്യൻ പോപ്പുലേഷൻ നമുക്ക് ഈ വെസ്റ്റ് ഏഷ്യൻ റീജിയനിൽ കാണാൻ സാധിക്കുന്നത് കൊണ്ട്. Then Oman is an integral part of all important groupings in the region. GCC ആയിക്കോട്ടെ, അതുപോലെ തന്നെ OIC അഥവാ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ, അറബ് ലീഗ്, അങ്ങനെയുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ഗ്രൂപ്പിംഗ്സ് എടുത്താലും അതിലെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് ഒമാൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഒമാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒന്നാണ്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ GCC എന്ന് കണ്ടു. അപ്പൊ GCCയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നോക്കാം. GCC എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് അലയൻസ് ആണ്. 6 മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സൗദി, കുവൈറ്റ്, UAE, ഖത്തർ, ബഹ്റൈൻ ആൻഡ് ഒമാൻ. 1981 റിയാദിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സിമിലർ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി ആണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോഓപ്പറേഷൻ ആണ് പ്രധാനമായിട്ടും ഇതിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് 2016 ക്വസ്റ്റ്യനും ചോദിച്ചിരുന്നു, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ മെമ്പർ ഓഫ് GCC. അപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇറാൻ, ഇറാൻ എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. ഇറാൻ ഇതിന്റെ മെമ്പർ അല്ല. അതുപോലെ ഈ ഒരു അറേബ്യൻ പെനിൻസുലയിൽ നോക്കിക്കഴിഞ്ഞാൽ യമൻ ഒഴികെയുള്ള മറ്റ് കൺട്രീസ് ഇതിന്റെ മെമ്പേഴ്സ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഒമാൻ, സൗദി അറേബ്യ, കുവൈറ്റ്, അതുപോലെ തന്നെ ബഹ്റൈൻ, ഖത്തർ, UAE ഇതൊക്കെയാണ് ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിലിന്റെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് ഒരു വെർച്വൽ മൊബൈൽ നമ്പർ ആപ്പ് ദൂസറ ടോൾഡ് ടു ഹോൾഡ് ഓപ്പറേഷൻസ്. ചെറിയൊരു ആർട്ടിക്കിൾ ആണ്. ദൂസറ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ അതിന്റെ ഓപ്പറേഷൻസ് ഹോൾഡ് ചെയ്യാനായിട്ട് ഇപ്പൊ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. ദൂസറ എന്ന് പറയുന്നത് ഈ യൂസേഴ്സിന് സെക്കൻഡറി മൊബൈൽ നമ്പേഴ്സ് സെല് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഇപ്പൊ നമ്മൾ പല ഷോപ്പിങ്ങിന് പോകുമ്പോഴാണെങ്കിലും അതല്ല ഇപ്പൊ ഡെലിവറി ഈ ആമസോൺ അല്ലെങ്കിൽ സ്വിഗ്ഗി പോലുള്ള ആപ്പുകളിൽ നമുക്ക് നമ്പർ കൊടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് അവരുടെ ഫോൺ നമ്പർ അവിടെ കൊടുക്കാനായിട്ട് നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. അപ്പം സ്ട്രേഞ്ചേഴ്സിന് അത്തരത്തിൽ കോൺടാക്ട് ഇൻഫർമേഷൻ കൊടുക്കാൻ പലർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വെർച്വൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ആ വെർച്വൽ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സെല് ചെയ്യുന്ന ഒരു ആപ്പാണ് ദൂസറ എന്ന് പറയുന്ന ആപ്പ്. സോ വെർച്വൽ നമ്പേഴ്സ് ആർ യൂസ്ഡ് ബൈ ഫേംസ് ലൈക്ക് ആമസോൺ ആൻഡ് യൂബർ വെൻ ഡെലിവറി ഏജൻസ് ഓർ ഡ്രൈവേഴ്സ് കോൾ കസ്റ്റമേഴ്സ്. ഓക്കെ, അപ്പം ഇത് ഇപ്പം റീസെന്റ് ഹോൾഡ് ചെയ്യാനാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് അൺക്ലിയർ വൈ ദ DOT ഹാസ് ഓർഡർഡ് ദി ഫേംസ് ഓപ്പറേഷൻസ് ടു സ്റ്റോപ്പ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ്. Thanks for watching.